ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റേണൽ മെഡിക്കേഷൻസും ഉണ്ട്, അതേപോലെ എക്സ്റ്റേണൽ തെറാപ്പീസും ഉണ്ട്. ഇവിടെയാണ് നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇന്റേണൽ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾ സേവിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പലതരം തെറ്റിദ്ധാരണകളുണ്ട്. ചിലർ പറയും അത് കഴിച്ചാൽ വണ്ണം വെക്കും, അല്ലെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്, അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ. പക്ഷെ എന്തിനാണ് നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പലതരത്തിലുള്ള ശരീരപ്രകൃതിയുള്ള സൂതികകളുണ്ട്. സൂതികൾ എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ, ചിലർ മെലിഞ്ഞ സ്ത്രീകളായിരിക്കാം. അപ്പൊ മെലിഞ്ഞ സ്ത്രീകൾക്ക് അവർക്ക് ആവശ്യത്തിലുള്ള ശരീരപുഷ്ടി ആവശ്യമാണ്. അപ്പൊ അതനുസരിച്ചുള്ള മെഡിസിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ഇപ്പൊ വണ്ണമുള്ള സ്ത്രീകളാണെങ്കിൽ തന്നെ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനും അവർക്ക് ശാരീരികമായ മറ്റെന്ത് ബുദ്ധിമുട്ടുകളാണോ ഉള്ളത് അത് അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. ഇപ്പൊ കണ്ടുവരുന്നതാണ് ഓവർ ദി കൗണ്ടർ പോയിട്ട് നമുക്ക് പ്രസവരക്ഷാ മരുന്ന് വാങ്ങുന്ന ഒരു ശൈലി. അത് തികച്ചും തെറ്റാണ്. ഓരോ പ്രസവം കഴിഞ്ഞ സ്ത്രീകളുടെ ശാരീരിക അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും വ്യത്യാസപ്പെടും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടും. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനും അവരുടെ മാനസികമായിട്ടുള്ള ഒരു ഹെൽത്ത് കൂട്ടാനും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ചിലർക്ക് ഹോർമോണുകളുടെ ചേഞ്ചസ് കൊണ്ട് സ്കിന്നിലെല്ലാം ഡിസ്കളറേഷൻ കാണാം, അതേപോലെ ഹെയർ ലോസ് കാണാം, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാം കെയർ കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ്സ് കസ്റ്റമൈസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കസ്റ്റമൈസ് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്? കാരണം ഈ പറഞ്ഞ പോലെ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുഞ്ഞിനുള്ള കുളി. ഇപ്പൊ കുഞ്ഞിനുള്ള കുളി എന്ന് പറയുമ്പോൾ അവരുടെ കുഞ്ഞിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും നല്ലൊരു ഉറക്കം കിട്ടാനും ആ കുഞ്ഞും ഒരു റൂട്ടിലൂടെ കടന്നു വന്നതാണല്ലോ. അപ്പൊ കുഞ്ഞിന്റെ ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത്.